ഹലോ ഗായ്സ്, എൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചക്ക വരട്ടിയതാണ്. അപ്പം നമുക്ക് ചക്ക വരട്ടി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പം അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പഴുത്ത ചക്ക എടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല സ്വാദും മണവും കിട്ടണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യിലേക്ക് നമുക്ക് പഴുത്ത ചക്ക ഇട്ട് കൊടുക്കാം. ഈ നെയ്യിലിട്ട് ഈ പഴുത്ത ചക്ക നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കുക. നല്ലോണം ഒന്ന് ഒരു 10 മിനിറ്റോളം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് നെയ്യിൽ കിടന്ന് ചക്ക നല്ലോണം ഒന്ന് വഴന്ന് വരണം. അപ്പം കുറച്ച് സമയമെങ്കിൽ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ചക്ക നല്ലോണം നമ്മുടെ നെയ്ക്കകത്ത് കിടന്ന് നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല കറുത്ത ശർക്കര കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പം നല്ല കളറ് കിട്ടും. അപ്പം ഞാനിവിടെ നല്ല കറുത്ത ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചക്കയിലും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതുണ്ടാക്കാൻ കുറേ സമയം നമുക്ക് വേണ്ടി വരും. നല്ലോണം ഇത് പാനിയിലിട്ട് നല്ലോണം പുരട്ടിയെടുക്കണം നമുക്കിത്. അപ്പം നല്ലോണം ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നെയ്യും ശർക്കരപ്പാനിയും എല്ലാം ചക്കയും നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറേ സമയമെങ്കിലും ഇത് നല്ലോണം ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ കറുത്ത ശർക്കര ചേർത്ത് കൊടുത്ത കാരണം നല്ലൊരു കളർ നമുക്ക് ചക്ക വരട്ടീന് കിട്ടിയിട്ടുണ്ട്. കുറേ ഒരു സമയങ്ങളിൽ നമുക്കിത് നല്ലോണം ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആക്കി കിട്ടണം. ഈ സമയം കൊണ്ട് നമുക്ക് ഏലക്കായും ചുക്ക് പൊടിച്ചതുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം കൈ എടുക്കുക, നല്ലോണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പം കുറേ സമയമെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് നെയ്യും ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ചക്ക വരട്ടിയത് ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാനിൽ ഇത് ഇട്ട് വരത്തക്ക രീതിയിൽ ഇത് നമുക്ക് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഏകദേശം നമുക്കൊന്ന് വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് വരട്ടിയെടുക്കണം. അപ്പം നമ്മുടെ ശർക്കര വരട്ടി നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്ത ശേഷം നമുക്ക് ഡപ്പയിലാക്കി ഫ്രീസറിലൊക്കെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് വെക്കാം. നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടി നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. നമുക്കിതുപോലെ തന്നെ കഴിക്കാനും തോന്നും. അപ്പം നമുക്കിത് തണുത്ത ശേഷം ഡപ്പയിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഞാനൊരു ഡപ്പയിലാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.